നന്ദി കോട്ടപ്പള്ളി, നന്ദി. ഇത് ശരിയായിരിക്കുമോ? ഇവർ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവരാണോ എന്ന തോന്നൽ ഉണ്ടായ ചില ആളുകളിൽ പോലും വലിയ തോതിൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് അവരെത്തിച്ചേർന്നിരിക്കുന്നത്. താങ്കൾ പാസാക്കിയ പുതിയ നിയമ ഭേദഗതിയിൽ ഏത് ക്ലോസ് ആണുള്ളത്, ഏത് വകുപ്പാണുള്ളത് ഈ മുനപ്പം വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയി. നന്ദി കോട്ടപ്പള്ളി, നന്ദി എന്ന് TP മാധവൻ അവതരിപ്പിച്ച ഒരു SI കഥാപാത്രം ആ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ആ സിനിമയിലെ നായക കഥാപാത്രമായ മോഹൻലാൽ എന്ന് പറയുന്ന നോവലിസ്റ്റിനോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. എനിക്ക് മുനമ്പം വിഷയത്തിൽ റിജിജു, കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി റിജിജു നടത്തിയ ഒരു പത്രസമ്മേളനത്തിന് ശേഷം എനിക്ക് പറയാനുള്ളത് അതേ സംഭാഷണം തന്നെയാണ്. ഇന്ന് ഏറ്റവും രസകരമായിട്ട് നടന്നൊരു കാര്യം കേന്ദ്രമന്ത്രി റിജിജു നടത്തിയ ഒരു മലക്കം മറിച്ചിലാണ്. മുനമ്പം വിഷയത്തിനുള്ള ഒറ്റമൂലി, നമ്മൾ റോഡരികിൽ ഈ ഒറ്റമൂലി വിൽപ്പന നടത്തുന്ന ആളുകൾ പറയുന്നത് പോലെ എല്ലാ വേദനകൾക്കും എല്ലാ രോഗങ്ങൾക്കും ഇതാ ഞങ്ങളുടെ കയ്യിൽ സർവ്വരോഗ സംഹാരിയായ ഒറ്റമൂലിയുണ്ട്, ഇത് ഈ തരത്തിൽ മൈലെണ്ണയിൽ കാച്ചിയെടുത്തതാണ്, ഹിമാലയ സാനുക്കളിൽ നിന്ന് ഋഷിവര്യന്മാർ കണ്ടെത്തിയ ഒറ്റമൂലിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ BJP-ക്കാർ നടത്തിയ തള്ള് ഒരൊറ്റ പത്രസമ്മേളനം കൊണ്ട് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. മുനമ്പത്ത് ഇന്ന് നടന്ന പരിപാടി നന്ദി മോദി നന്ദി എന്നതാണ്. എന്നാൽ ആ പത്രസമ്മേളനം കഴിഞ്ഞതോടുകൂടി തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലിലാണ് ഇപ്പോൾ മുനമ്പത്തെ ഏതാണ്ട് 400-ലധികം വരുന്ന ഭൂവുടമകൾ, അവിടുത്തെ കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന സമരക്കാർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ നെറ്റി ചുളിച്ചു നോക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ മുനമ്പത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കേന്ദ്രമന്ത്രി റിജിജുവിനോട് അവിടെ കൂടിയ പത്രസമ്മേളനത്തിൽ ചേർന്ന പത്രപ്രവർത്തകർ ചോദിച്ചു, അല്ലയോ ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കൾ പാസാക്കിയ പുതിയ നിയമ ഭേദഗതിയിൽ ഏത് ക്ലോസ് ആണുള്ളത്, ഏത് വകുപ്പാണുള്ളത് ഈ മുനപ്പം വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയി. അദ്ദേഹത്തിന് മറുപടിയില്ല. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, ഈ കേസ് ഇപ്പോൾ മുനമ്പത്തിന്റെ കാര്യത്തിൽ ട്രിബ്യൂണലിലുള്ള കേസ് നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാം, ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം, അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ തുടരട്ടെ, തുടർന്ന് മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ വിധിയിൽ അപ്പീലിന് പോലും പോകാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു BJP-ക്കാർ പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ അപ്പീൽ സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ എന്ത് നേട്ടമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ നിയമം കൊണ്ടുണ്ടായത് എന്ന് വിശദീകരിക്കാൻ കേന്ദ്രമന്ത്രി റിജിജുവിന് കഴിഞ്ഞില്ല. ഏത് വകുപ്പാണ് ഈ തരത്തിൽ മുനമ്പത്തെ വിഷയം, മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി അവർ പണം കൊടുത്തു വാങ്ങിയതാണ്, ആ ഭൂമി നിലനിർത്താനും അതിന്റെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും എന്ത് തരത്തിലുള്ള നിയമ നിർദ്ദേശമാണ് ഈ പുതിയ നിയമ ഭേദഗതിയിൽ ഉള്ളത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സംഭവിച്ചത്, അവിടുത്തെ സമരക്കാരൊക്കെ തന്നെ ഇതാ BJP ഞങ്ങളുടെ പുതിയ മിശിഹ നരേന്ദ്രമോദി ഞങ്ങളെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്ന തരത്തിലൊക്കെ അവരിൽ പലരും BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുകയും BJP ഇതൊരു വലിയ കൊയ്ത്തായി കാണുകയും ഇവിടുത്തെ സാമുദായിക ഘടകങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ആ ഭിന്നിപ്പിലൂടെ ക്രൈസ്തവ വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന തരത്തിൽ മുന്നോട്ട് പോയ മുനമ്പം വിഷയം ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ചുരുക്കം ചില ആളുകളെങ്കിലും ഇത് ശരിയായിരിക്കുമോ, ഇവർ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവരാണോ എന്ന തോന്നൽ ഉണ്ടായ ചില ആളുകളിൽ പോലും വലിയ തോതിൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് അവരെത്തിച്ചേർന്നിരിക്കുന്നത്. വഞ്ചനാപരമായ ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രി രണ്ട് സഭകളിലും, ലോക്സഭയിലും രാജ്യസഭയിലും ഇതിനെ സംബന്ധിച്ച് വലിയ തോതിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും ഉണ്ടായപ്പോൾ പോലും അതിനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളും പ്രസ്താവനകളുമായിട്ടാണ് റിജിജു മുന്നോട്ട് പോയിരുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ പ്രധാനമന്ത്രി പോലും ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ നിയമം ഇവിടുത്തെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്, മുസ്ലിം വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അങ്ങനെ തുടങ്ങി ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നടത്തിയ പ്രസ്താവനകളൊക്കെ ഒരൊറ്റ പത്രസമ്മേളനത്തിലൂടെ പൊളിഞ്ഞുപോയ അവസ്ഥയാണ് ഇന്ന് കേന്ദ്രമന്ത്രി റിജിജുവിന്റെ പത്രസമ്മേളനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അതിന് നിയമപരമായി കുരുക്കഴിക്കുന്നതിനാവശ്യമായ സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിന് പകരം ആ നിയമപ്രക്രിയയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സമുദായങ്ങളെ, സമൂഹങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരാമെന്ന കുറുക്കുവഴി അന്വേഷിക്കുന്ന BJPക്ക് അവരുടെ കള്ളി വെളിച്ചത്തായ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി
മുനമ്പം നിയമനിർമ്മാണം മാറിയിരിക്കുകയാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശ.